നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് പരാജയപ്പെടുന്നു. ഡാരൽ മിച്ചലിൻ്റെ സെഞ്ചുറി, KL രാഹുലിൻ്റെ സെഞ്ചുറി. ഇന്ത്യക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു മത്സരം. ഇന്ന് നമ്മളോടൊപ്പം ടാക്ടിക്സിൽ MSK. ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ന്യൂസിലാൻഡിൻ്റെ വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡുമായി അവർ വരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് ഇതൊരു ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്നാണ് നമ്മൾ പൊതുവെ വിലയിരുത്തിയിരുന്നത് എല്ലാവരും. പക്ഷേ ഇത് മൂന്നാം ഏകദിനത്തിലേക്ക് ഇതിൻ്റെ ആവേശം നീളുന്നു. എങ്ങനെ വിലയിരുത്തുന്നു രണ്ടാം ഏകദിനത്തെ? ആക്ച്വലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന സീരീസ് അവർ 3-0 തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ഇംഗ്ലണ്ട് നല്ല താരനിര ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടിനെ ഇതേ ടീം തന്നെയാണ് ഏതാണ്ട് ഒരു ക്ലീൻ സ്വീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം താരനിരയേക്കാൾ അവർ ഇൻഎക്സ്പീരിയൻസ് ആയിരിക്കാം, പക്ഷേ കൃത്യമായിട്ടും എക്സ്പീരിയൻസും കൂടി കലർന്നിട്ടുള്ള ഒരു ടീം തന്നെയാണ് ന്യൂസിലാൻഡ്. അത് കൃത്യമായിട്ട് അവർ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടു കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയേണ്ടത് ഡാരൽ മിച്ചലിൻ്റെ ഫോം തന്നെയാണ്. അതായത് കഴിഞ്ഞ 10 ഏകദിനത്തിൽ അദ്ദേഹം 8 പ്രാവശ്യവും 50+ സ്കോർ നേടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം 49 അദ്ദേഹത്തിന്. അതായത് 9 മത്സരത്തിലും 49 മുകളിൽ റൺസ് നേടിയ താരമാണ് ഡാരൽ മിച്ചൽ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, എങ്ങനെ ആങ്കർ ചെയ്യണം എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്ന ഒരു മത്സരമായിരുന്നു. അതായത് ഈ കളി എത്രത്തോളം ഡീപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ആ രീതിയിൽ അദ്ദേഹം ഒരു ഭാഗത്ത് നിന്ന് ഫസ്റ്റ് വിക്കറ്റുകൾ പോയപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ കളി എത്ര ഡീപ്പിലേക്ക്, നമ്മളിപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയൊക്കെ ആങ്കർ ചെയ്തിരുന്നൊരു സമയമുണ്ട്. അതായത് കളി ഒരുപാട് ഡീപ്പിലേക്ക് കൊണ്ടുപോകുന്നു. 40 ഓവർ, 45-ാമത്തെ ഓവർ, 48-ാമത്തെ ഓവർ, അങ്ങനെ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഓവറുകളിൽ ജയിപ്പിക്കാം എന്ന രീതിയിൽ തന്നെ കൃത്യമായി കൊണ്ടുപോകുന്നൊരു കാഴ്ച. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വേൾഡിലെ ഏറ്റവും നല്ല മധ്യനിര ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ ഈ ഡാരൽ മിച്ചൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കാരണം വിരാട് കോഹ്ലി ലോക 1-ാം നമ്പർ പൊസിഷനിലേക്ക് എത്തി. വെറും 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഡാരൽ മിച്ചൽ അത് മറികടന്നുകൊണ്ട് നമ്പർ 1 റാങ്കിങ്ങിലേക്ക് എത്തുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് തന്നെയാണ് ശരിക്കും ന്യൂസിലാൻഡിന് ഭയങ്കരമായിട്ട് ഒരു ഗുണകരമായത്. കൃത്യമായിട്ടും അവരുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഡാരൽ മിച്ചലിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം ബിൽ യങ്ങിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് നല്ലൊരു പാർട്ണർഷിപ്പ് അടുത്ത് വരുത്തുന്നു, വിജയ വഴിയിലേക്ക് എത്തിക്കുന്നു. ന്യൂസിലാൻഡിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് അവിടെ ഒരു ഘട്ടത്തിൽ പോലും അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം ആ എക്സ്പീരിയൻസിനേക്കാൾ ഈ ഡാരൽ മിച്ചലിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ എന്ന് പറയുമ്പോൾ മിച്ചലുണ്ട്, ഡെവൻ കോൺവേ ഉണ്ട്, അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആരാണ് ഈ ക്രിക്കറ്റിൽ ഇപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിര ബാറ്റർ എന്ന് കൃത്യമായിട്ടും നമ്മൾ കണ്ട ഒരു മത്സരമായിരുന്നു. ഡാരൽ മിച്ചലിന്റെ ഫോം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ 2 മിഡിൽ ഓർഡർ ബാറ്റർമാരുടെ ഒരു KL രാഹുലിന്റെ കാര്യം നമ്മളെപ്പോഴും ഇങ്ങനെ പറയാറുള്ളത്, അദ്ദേഹത്തിന്റെ 5th പൊസിഷൻ എന്ന് പറയുന്ന പൊസിഷനെ കുറിച്ച് നമ്മളെപ്പോഴും ക്രിക്കറ്റിലൊക്കെ ഇങ്ങനെ ചർച്ചകൾ അരങ്ങേറാറുണ്ട്. എന്ന് പറഞ്ഞാൽ KL രാഹുൽ അദ്ദേഹം ഏകദിനത്തിൽ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച പൊസിഷനാണ് ഈ 5th പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ രവീന്ദ്ര ജഡേജയോ അക്ഷർ പട്ടേലിനെയോ അങ്ങനെ തുടങ്ങിയിട്ട് ഈ ഓൾറൗണ്ടർമാരെ ഇങ്ങനെ ഇടക്കിടക്ക് 5th കൊണ്ടുവന്ന് പരീക്ഷണം നടത്തുന്നത് നമ്മൾ നിരന്തരമായി കാണുന്നുണ്ടെന്നല്ല. എന്നാൽ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ, സമീപകാലത്തെ മത്സരങ്ങൾ, 2023 ലോകകപ്പ് മുതൽ തന്നെ നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാൽ മതി, 5th പൊസിഷനിൽ എങ്ങനെയാണ് അദ്ദേഹം മനോഹരമായി ഡെലിവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ നേരാവർത്തനമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കുറച്ചുകൂടി നമ്മൾ രാജ്കോട്ടിലെ പിച്ച് കുറച്ചുകൂടി ട്രിക്കിയായ പിച്ചാണ്. രോഹിത്തും കോഹ്ലിയും ഒക്കെ നേരത്തെ വീണ് പോയ സമീപകാലത്ത് നമ്മൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രോഹിത് ഡെലിവർ ചെയ്യും, അല്ലെങ്കിൽ കോഹ്ലി ഡെലിവർ ചെയ്യും, അങ്ങനെയുള്ള അതെ. അപ്പോൾ പക്ഷേ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് രോഹിത്തും കോഹ്ലിയും ഒരുപാട് ഡെലിവറി ചെയ്ത് വീണ് പോകുന്ന സമയത്ത് അവിടെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നു എന്നുള്ളതാണ്. മിച്ചലിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യക്കെതിരെയുള്ള റെക്കോർഡുകൾ വളരെ വലുതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഒരു 10-11 മത്സരങ്ങൾ ഇന്ത്യക്കെതിരെ കളിച്ചതിൽ ഒരു 52-ന് മുകളിൽ അദ്ദേഹത്തിന് ബാറ്റിംഗ് ആവറേജ് ഉണ്ട്. 2 സെഞ്ചുറികളുണ്ട് അദ്ദേഹത്തിന്. 3-ാമത്തെ സെഞ്ചുറിയാണ് ഇന്നലെ അദ്ദേഹം രാജ്കോട്ടിൽ അടിക്കുന്നത്. 2 50 ഉണ്ട് അദ്ദേഹത്തിന്. ഈ ഈ മത്സരത്തിന് മുമ്പുള്ള 2 സെഞ്ചുറികളും അടിച്ചിട്ടുള്ളത് കഴിഞ്ഞ 2023 ലോകകപ്പിലാണ് എന്ന് ആലോചിക്കണം. ആ 2 മത്സരത്തിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ റെക്കോർഡുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം സെഞ്ചുറി അടിച്ച കളികളിലും അദ്ദേഹം 50 അടിച്ച കളികളിലും ഒക്കെ ഇന്ത്യയോട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹവും കുൽദീപ് യാദവും തമ്മിലുള്ള ഒരു പോര് എല്ലാ കാലത്തും ചർച്ചയാവാറുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം സ്പിന്നർമാരെ നേരിടുന്നത്, പ്രത്യേകിച്ച് കുൽദീപ് യാദവിനെ പോലെ ഇന്ത്യയുടെ ചൈനാമാൻ സ്പിന്നർ നമ്മൾ വിളിക്കുന്ന, ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ ബ്രേക്ക് ത്രൂകൾ നൽകുന്ന, നമ്മൾ അദ്ദേഹത്തെ പുറത്തിരുത്തുമ്പോഴൊക്കെ നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കുൽദീപ്, ഇന്നലെ ഏറ്റവും കൂടുതൽ എക്കോണമി ഇന്ത്യൻ നിരയിൽ കുൽദീപ് യാദവിനാണ്. 8 ഓവറിൽ അദ്ദേഹം 82 റൺസ് വിട്ടു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ 30 പന്തിൽ 50 റൺസിലധികം കുൽദീപ് യാദവിനെതിരെ മാത്രം ഡാരൽ മിച്ചൽ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുൽദീപ് യാദവ് ഇന്നലെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസമായിരിക്കാം ഇന്നലത്തെ മത്സരം എന്ന് പറയുന്നത്.
ആദ്യത്തെ 3-4 വിക്കറ്റുകൾ വീണ് പോകുന്ന സമയത്ത് തന്നെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ വരുന്ന സമയത്ത് ഇതിൽ ഹർഷിത് റാണയെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഇന്നലത്തെ മത്സരത്തൊക്കെ ഹർഷിത് റാണ കോൺവയെ പുറത്താക്കാൻ വേണ്ടി എറിഞ്ഞൊരു പന്ത് അതെ ഓഫ് സ്റ്റംപ് തെറിപ്പിച്ചങ്ങ് പോയ. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഡാരൽ മിച്ചൽ അവിടെ ആങ്കർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മത്സരത്തിന് ശേഷം ഈ റിയാൻ ടെൻഡോഷറ്റ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഇന്ത്യക്ക് ഒരു സ്പിന്നറെ കൂടി നമുക്ക് അധികം ഇറക്കാമായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ വാഷി പോയിരിക്കുന്നു. അപ്പം നിതീഷ് കുമാർ റെഡ്ഡിയാണ് നമ്മൾ കൊണ്ടുവന്നത്. നിതീഷ് കുമാർ റെഡ്ഡിയും രവീന്ദ്ര ജഡേജയും ആ ലോവർ മിഡിൽ ഓർഡർ ഇന്നലെ പിന്നെ നമ്മളങ്ങനെ ഡെലിവറി ചെയ്യുന്ന കണ്ടില്ല. ഒരു 65 ബോൾ അവർ നേരിട്ടിട്ട് ഒരു 6ഉം ഒരു 4ആണ് അവരാകെ അടിക്കുന്നത്. അപ്പോഴും KL രാഹുലാണ് അവസാനം പിന്നെ കുറച്ചുകൂടി പിന്നെ നന്നായി കളിച്ച് സ്കോർ 280 എത്തിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ KL രാഹുൽ പുറത്തായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല സ്കോർ 10-200 നമ്മൾ പിന്നെ പുറത്താവുമായിരുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി ട്രിക്കിയാണ്. പിന്നെ രാത്രിയിലേക്ക് വരുന്ന സമയത്ത് രാജ്കോട്ടിലെ പിച്ചിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ലൈറ്റിന് താഴെ പിന്നെ നന്നായി ബാറ്റ് വീശാൻ കഴിയുന്ന രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ പിന്നെ മിച്ചലിന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം മനോഹരമായി ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതേ സംഗതി കുൽദീപ് യാദവിന് അദ്ദേഹം 2023 ലോകകപ്പിന്റെ ഗ്രൂപ്പ് റൗണ്ട് പോരാട്ടത്തിൽ 4 ഓവറിൽ 48 റൺസൊക്കെ വഴങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. കുൽദീപ് ഡാരൽ മിച്ചൽ പോലെ എല്ലാ കാലത്തും കുൽദീപ് ഡാരൽ മിച്ചലിന് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം സെമി ഫൈനലിൽ സെഞ്ചുറി അടിക്കുന്നത്. അന്ന് സെമി ഫൈനലിലൊക്കെ നമ്മൾ ഇന്ത്യൻ ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അദ്ദേഹം ഡാരൽ മിച്ചൽ എന്ന് പുറത്താക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അന്നാണ് ഷമി 7 വിക്കറ്റ്. അപ്പോൾ ഇന്ത്യക്കെതിരെ വരുന്ന സമയത്തൊക്കെ ഡാരൽ മിച്ചൽ നന്നായി പേടി സ്വപ്നമാണ് ഡാരൽ മിച്ചൽ. ഡാരൽ മിച്ചലിനെ പറ്റി പറയാൻ പറ്റില്ലേ, അദ്ദേഹത്തിന്റെ പിന്നെ 30 വയസ്സാകുമ്പോഴാണ് അദ്ദേഹം ഈ ന്യൂസിലാൻഡ് ടീമിലേക്ക് എത്തിയത്. അതായത് അദ്ദേഹത്തിന് പ്രായം 35ഓളം ആയി. അപ്പം എനിക്ക് തോന്നുന്നത് അത്രയും വൈകി അദ്ദേഹം എന്തുകൊണ്ട് ടീമിലേക്ക് എത്തി എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതായത് പിന്നെ ന്യൂസിലാൻഡ് പലരും നമുക്കറിയാം, ബ്രണ്ടൻ മക്കുല്ലം, ഡാനിയൽ വെട്ടോറിക്ക് 17ാമത്തെ വയസ്സിലാണ് ഇറങ്ങിയത്. അദ്ദേഹം 10-15ഓളം കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഡാരൽ മിച്ചൽ അദ്ദേഹം കുറച്ചുകൂടി നേരത്തെ ന്യൂസിലാൻഡിന് വേണ്ടി അരങ്ങേറേണ്ട താരമായിരുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാം ആൻഡ് കമ്പോഷർ ഇന്നിങ്സുകളാണ് അദ്ദേഹം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് ഒരു സ്പിന്നർ കൂടി ആഡ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ രവീന്ദ്ര ജഡേജ നമ്മുടെ ഇന്ത്യയിൽ നമ്പർ 1 സ്പിന്നറാണ്. സ്പിന്നർമാരെ കൂടാതെ ഒരു സ്പിന്നറെ കൂടെ വേണം എന്നാണ് പറയുന്നത്. അതായത് നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം കിട്ടിയത് വാഷിംഗ്ടൺ സുന്ദർ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഇന്ത്യയുടെ എനിക്കൊന്ന് ക്യാപ്റ്റൻസിയിൽ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം നിതീഷ് കുമാർ റെഡ്ഡിക്ക് വെറും 2 ഓവർ മാത്രമേ കൊടുത്തുള്ളൂ. അതേ 2 ഓവറിൽ വെറും 13 റൺസ് മാത്രമാണ് വഴങ്ങിയത്. പിന്നെ മാത്രമല്ല നമുക്കറിയാം, തുടക്കത്തിൽ സിറാജ് ഗംഭീരമായിട്ട് പന്തെറിഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 5 ഓവറിൽ വെറും 15 റൺസാണ് വന്നത്. 4 എക്കോണമി. അപ്പോൾ കൃത്യമായിട്ട് പിന്നെ അദ്ദേഹം നന്നായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വില്യം ഡാരൽ മിച്ചൽ കൂട്ടുകെട്ടുണ്ടായത്. ആ കൂട്ടുകെട്ട് പിരിക്കാൻ മധ്യ ഓവറുകൾ അല്ലെങ്കിൽ സ്ലോ ഓവറുകളിലെങ്കിലും സിറാജിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം സിറാജ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നമ്മുടെ ടീമിലെ പ്രൈം ബോളറാണ്. അപ്പോൾ ഒരു പ്രൈം നമുക്കറിയാം, ബുംറയെ നമ്മൾ വിക്കറ്റ് വേണ്ട സമയത്ത് ഉപയോഗിക്കുന്നത് പോലെ സിറാജിനെ ഇന്നലെ യൂസ് ചെയ്യുന്നതിൽ വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. സിറാജിനെ പിന്നെ കൊണ്ടുവരുന്നത് ഇവരേതാണ്ട് സെറ്റിൽഡായി വലിയൊരു സ്കോറിലേക്ക് എത്തിയ സമയത്ത് 37ാമത്തെ ഓവറിലാണ്. അതായത് ആദ്യം 5 ഓവർ എറിഞ്ഞു പോയ ഒരു താരത്തെ വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമയത്തും പോലും വിളിക്കുന്നില്ല. ആ സമയത്ത് കുൽദീപിനും ജഡേജിനെയും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുൽദീപിനെതിരെ മിച്ചൽ, സ്പിന്നേഴ്സിനെതിരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൂടെ ഡാരൽ മിച്ചലും വില്യങ്ങും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിലൊരു വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം സെറ്റിൽഡ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു വിക്കറ്റ് അവിടെ പോയിരുന്നെങ്കിൽ ഇന്ത്യയുടെ വഴിയിലേക്ക് കളി വരുമായിരുന്നു. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി ഓൾറൗണ്ടറാണ്. അദ്ദേഹം ഇന്നലെ കുഴപ്പമില്ലാതെ പന്തെറിഞ്ഞു. 2 ഓവറിൽ 13 റൺസേ വഴങ്ങിയിട്ടുള്ളൂ. നമ്മളൊരു ഓൾറൗണ്ടറായി വാഷിംഗ്ടൺ സുന്ദറിന് പകരമാണ് അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ ഷൂസിൽ ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ്. അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴും അദ്ദേഹത്തിന് അധികം അവസരം കിട്ടുന്നില്ല. അവസരം കിട്ടിയ സമയത്ത് 2 ഓവർ വെറും ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അത് 2 ഓവറിൽ 13 റൺസ് വഴങ്ങി. ഒരു മറ്റ് കുൽദീപ് ഇന്നലെ 70-ലധികം റൺസ് വഴങ്ങി. ആ സമയത്ത് പോലും ഇന്ത്യ ഇപ്പം പേസർമാർക്ക് കുറച്ചുകൂടി തുണ കിട്ടിയൊരു പിച്ചായിരുന്നു. ഹർഷിത് റാണ തുടക്കത്തിൽ പന്തെറിയും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സിറാജ് നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. അപ്പം അതായത് മീഡിയം പേസേഴ്സിനൊക്കെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു പിച്ചിൽ ഈ നിതീഷ് കുമാർ റെഡ്ഡിയെ വെറും 2 ഓവറിൽ ഒതുക്കി എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ ക്യാപ്റ്റൻസിയിൽ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെയുള്ളത് ഈ ജഡേജയുടെ ഫോം ഒരു വലിയ കൺസേൺ ആണ്. കാരണം നമുക്കറിയാം, ജഡേജ ഒരു കാലത്ത് T20 ഇന്ത്യയുടെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അധികായനായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരം അദ്ദേഹം 40-ലധികം പന്ത് നേരിട്ടിട്ടാണ് 24 റൺസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ പിന്നെ അത്രത്തോളം കെയർഫുള്ളായിട്ട് അതായത് ഇന്ത്യയുടെ സ്കോർ തീർച്ചയായിട്ടും ഒരു 320-ന് മുകളിൽ നേടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇന്നലെ ഉണ്ടായിരുന്നു. രാഹുൽ അവിടെ ഉണ്ട്. അപ്പോൾ ജഡേജയ്ക്ക് സിംഗിൾ പോലും റൊട്ടേറ്റ് ചെയ്യാൻ കഴിയാതിരുന്ന ഒരവസ്ഥയാണ്. ജഡേജയുടെ ഒരു ബാറ്റിംഗ് ഒരു കൺസേൺ ആണ്. കാരണം അക്ഷർ പട്ടേൽ
അവസരം കാത്ത് പുറത്തുണ്ട്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള കളികളിൽ നോക്കുമ്പോൾ ജഡേജയേക്കാൾ നന്നായിട്ട് പന്തെറിഞ്ഞതും ജഡേജയേക്കാൾ നന്നായി ബാറ്റ് ചെയ്തതൊക്കെ അക്സർ പട്ടേലാണ്. അപ്പോൾ ജഡേജ അദ്ദേഹത്തിൻ്റെ ലിമിറ്റഡ് ഓവർ കരിയർ കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം വേണ്ടത്ര അദ്ദേഹത്തിന് ഇപ്പോൾ വിക്കറ്റ് കൂടുതൽ എടുക്കാൻ കഴിയുന്നില്ല. ജഡേജയുടെ വിക്കറ്റുകൾ നമുക്കറിയാം. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും അദ്ദേഹം ഒരു എന്താ പറയുക ഒരു മാച്ച് വിന്നിങ് വിക്കറ്റുകൾ എടുത്തിട്ട് എത്ര കാലമായി എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇതിൽ ഇനി കെ എൽ രാഹുലിനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് അടുത്ത ലോകകപ്പൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു മിഡിൽ ഓർഡറിൽ പ്രത്യേകിച്ച് ഈ നമ്പർ 5 പൊസിഷനിൽ അദ്ദേഹത്തിന്റെ ആ സ്ഥാനമുണ്ടല്ലോ. അപ്പോൾ ടെൻറ്റോഷറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ 5ാം പൊസിഷനിൽ ഇറങ്ങി എപ്പോഴും നന്നായി ഡെലിവർ ചെയ്യുന്ന നല്ല റെക്കോർഡുകളുള്ള കെ എൽ രാഹുലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഓൾറൗണ്ടർമാർ ടീമിലേക്ക് വരുന്ന സമയത്ത് പിന്നെ അക്ഷർ പട്ടേൽ ടീമിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടോപ്പ് ഓർഡറിലേക്ക് അല്ലെങ്കിൽ അല്ല ഈ 5ാം പൊസിഷനിലേക്ക് മാറ്റുക, നമ്പർ 5ലേക്ക് മാറ്റുക, അത് തന്നെയല്ലേ ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് കെ എൽ രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീമിന് തോന്നിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ മാനേജ്മെന്റിന് തോന്നുന്നത് എന്ന് പറയുന്നത് നമ്പർ 5ൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ തന്നെ വേണം എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കെ എൽ രാഹുൽ ഏറ്റവും കൂടുതൽ പ്രഹരിച്ചിട്ടുള്ളത് ന്യൂസിലാൻഡിന്റെ പേസർമാരാണ്. അദ്ദേഹം സ്പിന്നർമാർക്കെതിരെ വളരെ കാമായിട്ട് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് അദ്ദേഹം സ്പിന്നർമാർക്കെതിരെ കളിക്കുന്നു. ഒരു 4 ഒരു 6 മറ്റോ ആണ് അദ്ദേഹം ആകെ സ്പിന്നർമാർക്കെതിരെ കളിക്കുന്നത്. പക്ഷേ പേസർമാർക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ സെഞ്ചുറിയിൽ 40 പന്തിൽ 70 റൺസ് അദ്ദേഹം അടിച്ചിരിക്കുന്നത് പേസർമാർക്കെതിരെയാണ് എന്നുള്ളതാണ്. ഇനി കെ എൽ രാഹുലിനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് നമ്മൾ അയവർക്കുന്ന സമയത്ത് കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അദ്ദേഹത്തിന്റെ മെല്ലപ്പോക്ക് ഭയങ്കരമായിട്ട് ആളുകൾ വിമർശിച്ചിരുന്നു. അത് ടോപ്പ് ഓർഡറൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നു 100 ബോളിൽ 60 റൺസൊക്കെയാണ് അദ്ദേഹം അടിക്കുന്നത്. ആകെ ഒരു 4 ആ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതായത് വിക്കറ്റുകൾ വല്ലാതെ വീണു പോകുന്ന സമയത്ത് അദ്ദേഹം കുറച്ചുകൂടി പിന്നെ പതിഞ്ഞ താളത്തിൽ കളിക്കുക, അവസാനം പിന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അത് അദ്ദേഹം മത്സരത്തിന് ശേഷം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു. പിന്നെ അദ്ദേഹം വിക്കറ്റ് നൽകി മടങ്ങുന്നു. ഇന്ത്യ പിന്നെ പ്രതീക്ഷിച്ചത് അഹമ്മദാബാദിലൊക്കെ അത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ശരിക്ക് പിന്നെ ഇന്ത്യയുടെ തോൽവിക്ക് കാരണക്കാരിൽ ഒരാൾ താനാണ് എന്ന് സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ അതേ ടൂർണമെന്റിൽ പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഓസ്ട്രേലിയക്കെതിരെ 97 റൺസ് അദ്ദേഹം അടിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹമാണ് കളി ജയിപ്പിക്കുന്നത് എന്നുള്ളത്. ഈ 2 മത്സരത്തിലും അദ്ദേഹം തന്നെയാണ് ടോപ്പ് സ്കോർ. പക്ഷേ ഫൈനലിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും പക്ഷേ 2025 ശേഷം അദ്ദേഹം പിന്നെ മികച്ച രീതിയിലാണ് ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഒരു 11 മത്സരങ്ങളിൽ 52 മുകളിൽ ബാറ്റിംഗ് ആവറേജ് ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ 11 മത്സരത്തിൽ 350 റൺസ് ഉണ്ട് അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആ നമ്പർ 5 പൊസിഷൻ അദ്ദേഹം വീണ്ടും അതിൽ തനിക്കൊരു സ്ഥിരം ആ പൊസിഷൻ തരണമെന്ന് അദ്ദേഹം വാദിക്കാൻ പാകത്തിന് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗംഭീർ ഇനിയും പരീക്ഷണങ്ങൾക്ക് മുതിരുമോ എന്നറിയില്ല. പക്ഷേ അടുത്ത ലോകകപ്പിന് മുമ്പ് അദ്ദേഹത്തെ നമ്മളൊരു നമ്പർ 5 പൊസിഷനിൽ അദ്ദേഹത്തെ സ്ഥിരമായിട്ടൊരു ഓപ്ഷനായി കാണുക തന്നെ വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ കെ എൽ രാഹുൽ എന്ന് പറയുമ്പോൾ 2023 ലോകകപ്പിന് ശേഷം അദ്ദേഹം ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ഫൈനലിന്റെ തോൽവി എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കെ എൽ രാഹുലിന്റെ ആ മെല്ലെപ്പോക്ക് ഇന്നിങ്സ് തന്നെയായിരുന്നു. കാരണം അത്രയൊന്നും മെല്ലെ പോകേണ്ട കാര്യമൊന്നുമില്ല. മെല്ലെപ്പോകിന്റെ പേരിൽ എപ്പോഴും വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് IPL അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സഞ്ജീവ് ഗോയങ്ക വന്നിട്ട് അദ്ദേഹവുമായിട്ട് ഷൗട്ട് ചെയ്തതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഒരു 2024-25 ആകുന്ന സമയത്ത് അദ്ദേഹം മധ്യനിരയിൽ അദ്ദേഹത്തിന് അവസാനം ജലം അതിന്റെ നാഥനെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹം കൃത്യമായിട്ട് ഇവിടെ ആക്സിലേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഇപ്പോഴത്തെ അന്നത്തെ സ്ട്രൈക്ക് റേറ്റ് മാറി ഇപ്പം കുറച്ചുകൂടി സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം കളിക്കുന്നു. കഴിഞ്ഞ ദിവസം 6 അടിച്ചുകൊണ്ടാണ് സെഞ്ചുറി പൂർത്തിയാക്കിയത്. അപ്പം എനിക്കറിയാം, നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് കെ എൽ രാഹുലിന് നല്ല ഹിറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററാണ് അദ്ദേഹം. IPL 17-18 പന്തിലൊക്കെ 50 അടിച്ച താരമാണ്. അപ്പം ആ ഹിറ്റിംഗ് കപ്പാസിറ്റി അദ്ദേഹത്തിന് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നു. അദ്ദേഹം ഞാൻ ആങ്കർ ചെയ്യണോ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഡോട്ട് പന്തുകൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് എൻ്റെ പൊസിഷൻ ഇതാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നുണ്ട്. മധ്യനിരയുടെ ഒരു നെടുന്തൂടാൻ സാധിക്കുന്നുണ്ട്, ആങ്കർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ് ഇന്ത്യക്ക് ലോകകപ്പ് വരാനിരിക്കുമ്പോൾ. കെ എൽ രാഹുൽ ഒരുപാട് കഴിവുള്ള ബാറ്ററാണ് നമുക്കറിയാം. 2010 അണ്ടർ-19 വേൾഡ് കപ്പിൽ കളിച്ചൊരു താരമാണ്. അപ്പോൾ കെ എൽ രാഹുലിന് പലപ്പോഴും ഈ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് എത്രത്തോളം നീതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംശയം. കാരണം ജോ റൂട്ട് കളിച്ച അതേ T20 അതേ അണ്ടർ-19 വേൾഡ് കപ്പ്, ബെൻ സ്റ്റോക്സ് കളിച്ച അണ്ടർ-19 വേൾഡ് കപ്പ്, ജോസ് ബട്ട്ലർ, ബാബർ അസം, ജോഷ് ഹേസൽവുഡ്, ആഡം സാംബ, മിച്ച് മാർഷ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ കളിച്ചിരുന്ന ആ ഒരു അണ്ടർ-19 ബാച്ചാണ് ശരിക്കും കെ എൽ രാഹുൽ. പക്ഷേ മറ്റവരൊക്കെ ഇതിഹാസ താരങ്ങളായി. ജോ റൂട്ട് 2000 റൺസിൻ്റെ കുറവ് മാത്രം മതി സച്ചിൻ്റെ ഓൾ ടൈം റെക്കോർഡ് തകർക്കാൻ. ആഡം സാംബയും ഹാസൽവുഡൊക്കെ കുറേ വർഷങ്ങളായി അവരുടെ സീനിയർ പ്ലെയറാണ്. ബെൻ സ്റ്റോക്സ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഓൾറൗണ്ടറാണ്. ബാബർ അസം അദ്ദേഹം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഉണ്ടായിട്ടും കെ എൽ രാഹുൽ ഇപ്പോഴും പരിഗണിക്കപ്പെടുന്ന
കിടക്കുന്നത് യുവതാരം എന്ന നിലയിൽ തന്നെയാണ്. അദ്ദേഹത്തിന് പോലും ഞാൻ യുവതാരമാണ് എന്ന ലൈനിലാണ്. മേ ബി അത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ ടീമിൽ ഉണ്ടായതുകൊണ്ടാവാം. പക്ഷേ ഇനിയെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫോം തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ലോകകപ്പിൽ, ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് ഏറ്റവും നിർണായകമാണ്. KL രാഹുൽ മധ്യനിരയിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഡാരൽ മിച്ചൽ എങ്ങനെയാണോ ന്യൂസിലാൻഡിന് വേണ്ടി കളിക്കുന്നത് അത് ഇവിടെ KL രാഹുൽ കളിക്കുന്നു എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയാണ് ഇന്ത്യ ന്യൂസിലാൻഡ് അവസാന ഏകദിനം. ഈ സീരീസിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് ആ ഏകദിനമായിരിക്കും. നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും ഇരിക്കാം.